ഏവർക്കും തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ജംഗ്ഷൻ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിലെ പുതുക്കോട് ജംഗ്ഷനാണ്. പുതുക്കോട് ജംഗ്ഷൻ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് പുതുക്കോട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് തച്ചനടി എന്നുള്ളൊരു കുറച്ചുകൂടെ വലിയൊരു ജംഗ്ഷൻ. അവിടെയും അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പെട്രോൾ പമ്പ് മുതൽ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ പുതുക്കോടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന തച്ചനടി ജംഗ്ഷനുണ്ട്. അപ്പോൾ ഈ പുതുക്കോട് സെൻട്രലിൽ നിന്നും അല്ലെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്നൊക്കെ ഏകദേശം ഒരു 500 മീറ്റർ മാറി, അതായത് നമ്മുടെ ഈ പുതുക്കോട് അന്നപൂർണേശ്വരി അമ്പലമാണ്. ഈ അവിടെ ഒരു ഫ്ലാറ്റാണ് നമുക്ക് വിൽക്കാനുള്ളത്. അതുപോലെ ഇത് പുതുക്കോട് തെരുവിലുള്ള വലിയ ജുമാഅത്ത് പള്ളിയാണ്. അപ്പോൾ അമ്പലവും പള്ളിയൊക്കെ അതുപോലെ സ്കൂൾ സൗകര്യങ്ങളൊക്കെ, ഇതിപ്പോൾ ഒരു LP സ്കൂളാണ്. ഇത് കൂടാതെ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററിനകത്ത് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇതിൽ വരുമാനമുള്ളതാണ്. 4 വർഷത്തെ പഴക്കം മാത്രമാണ് ഈ ബിൽഡിങ്ങിനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലൊരു 5.25 സെൻറ്റിനടുത്ത് വരുന്ന സ്ഥലവും അതുപോലെ 2200 സ്ക്വയർ ഫീറ്റ് 4 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന, നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റുമാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. ഒരു മാസം 18,000 രൂപയോളം വാടകയുണ്ട്. അതായത് താഴെ 2 കുടുംബങ്ങൾക്ക് താമസിക്കാം, മുകളിൽ 2 കുടുംബങ്ങൾക്ക് താമസിക്കാം. അപ്പോൾ താഴെ നമുക്കൊരു 5 5 10, അതുപോലെ മുകളിൽ 4 4 8 അങ്ങനെയുള്ളൊരു വാടകയാണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിനായിട്ട് ബോർവെൽ കണക്ഷനുണ്ട്. അതുപോലെ ചുറ്റുഭാഗവും നിറയെ വീടുകളുള്ള ഒരു ഏരിയയിൽ ഈ ബിൽഡിംഗ് പണിതതിന് ശേഷം ഇതുവരെയും ഇതിൽ വാടകക്കാർക്ക്, അതായത് ഒരു മാസം പോലും വാടകയില്ലാതെ ഒരു ഫ്ലാറ്റിലെ ഒരു റൂം പോലും കാലിയായി കിടന്നിട്ടില്ല. ചുറ്റുഭാഗവും കോമ്പൗണ്ട് അതിർത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൽ, വലിയ VIP ടീമുകളൊന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇതിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ താഴെ ഉള്ള ഒരു വീടിൻ്റെയും മുകളിലുള്ള ഒരു വീടിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ബാക്കി 2 ആളുണ്ട്, പക്ഷേ എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് താഴത്തൊരു നിലയിലും മുകളിലുള്ളൊരു നിലയിലുള്ള മുറികൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നു. നമുക്കൊരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, 2 ബെഡ്റൂം, അടുക്കള, ഇതിന് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം, അങ്ങനെയുള്ളതിലാണ് ഈ ഫ്ലാറ്റിൽ എല്ലാത്തിലും ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുക്കാനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥൻ ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക്, ഈ പുതുക്കോട് ഭാഗത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നത് കാരണം വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടി ഇപ്പോൾ വെറുതെ എന്തിനാണ് കൊടുക്കുന്നതൊക്കെ ഒരു ചോദ്യം വരാം. അപ്പോൾ അവരിവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 45 ലക്ഷം രൂപയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വിലയിൽ അഡ്ജസ്റ്റ് ഉണ്ടാവും. കാരണം ഒരുപാട് പഴക്കമില്ല, അതുപോലെ വാടകയില്ലാതെ ഏതെങ്കിലും ഒരു റൂം കാലിയായി കിടക്കുന്നില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു വാങ്ങിയതിന് ശേഷം ഒരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് വാടകയൊക്കെ വേണമെങ്കിൽ കൂട്ടി ചോദിക്കാം. അതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ബിൽഡിങ് ഓപ്പൺ ആയത് മുതൽ ഇത് തന്നെയാണ് വാടക. ഈ 4 വർഷത്തോളമായിട്ട് അവർ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഭാഗങ്ങളെല്ലാം ക്ലിയറാണ്. പട്ടയവും അതുപോലെ ആധാരങ്ങളും മറ്റുള്ള ഭാഗങ്ങളെല്ലാം പക്ക ക്ലിയറാണ്. ഇപ്പോൾ ചുറ്റുഭാഗം നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ താഴത്തൊരു വീട്, ആദ്യത്തെ ഒരു വീട്, ഇതിൻ്റെ പുറകിലായിട്ട് അതിനും ആ സൈഡിലൂടെ കോർണർ സൈഡാണ്, റോഡിൻ്റെ ഒരു കോർണറായിട്ടുള്ള ഭാഗത്തായതുകൊണ്ട് അപ്പുറേ സൈഡ് കൂടെ അതിനും വഴി സൗകര്യമുണ്ട്. അതുകൊണ്ട് 4 വീടുകളിലേക്ക് 4 കണക്ഷനുള്ള ഇലക്ട്രിസിറ്റി പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു കാറോ വണ്ടിയൊക്കെ വന്ന് നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ നിറയെ വീടുകളുള്ള ഒരു ഏരിയയിലാണ്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കൊക്കെ, എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളിലേക്കൊന്നും അധികം ദൂരമില്ല. ബിൽഡിങ്ങിൻ്റെ പഴക്കവും ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു 4 വർഷത്തെ പഴക്കം മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇതിന് ചുറ്റുഭാഗവും 4 ഭാഗവും അതിരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ളൊരു എൻട്രിയാണ് ഇവിടെ. അതുപോലെ താഴത്തെ നിലയിലുള്ള 2ാമത്തെ വീടിൻ്റെ പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രിയാണ് ഇവിടെ കേട്ടോ. ഇത് മുൻഭാഗമല്ല, മുൻഭാഗം അപ്പുറേ ഭാഗത്താണ്. ഇപ്പോൾ മുകളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ മുകളിലും അതുപോലെ 2 വീടുകളാണുള്ളത്. 2 ബെഡ്റൂം, ഹാള്, അടുക്കള, കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഇത് ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ മേടിച്ചിട്ട് ഒരെണ്ണത്തിൽ നമുക്ക് വേണമെങ്കിൽ താമസിച്ച് ബാക്കി 3 വാടകയ്ക്ക് കൊടുക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ 45 ലക്ഷം രൂപയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് കേട്ടോ. കാരണം എത്രയോ പ്രോപ്പർട്ടികൾ വാടക ഇല്ലാതെ തന്നെ
നല്ലതുപോലെ വില പറയുന്ന ഒരുപാട് പ്രോപ്പർട്ടികൾ എൻ്റെ പരിചയത്തിലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും വാടക ഉള്ളത് കൊണ്ടും മാസം അതൊരു വരുമാനം കിട്ടുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ലോൺ എടുത്തിട്ടാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ഇതിൽ നിന്നുള്ള കിട്ടുന്ന വാടകയായിട്ട് അതങ്ങനെ ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോകുന്നൊരു സൗകര്യം കൂടെ നമുക്കിതിൽ കിട്ടും. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലാണ് ഈ പുതുക്കോട് പഞ്ചായത്ത് വരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വലിയ ടൗണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വടക്കഞ്ചേരി, അതുപോലെ ആലത്തൂർ, പഴയന്നൂർ, ഈ പറഞ്ഞ ഭാഗങ്ങളിലേക്കൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ദൂരമാണ് വരിക. അതുപോലെ നമ്മുടെ ഇരട്ടക്കുളം അസീസിയ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്കാണെങ്കിൽ അതുപോലൊരു 10 കിലോമീറ്ററിൽ താഴെ മാത്രമായിരിക്കും ദൂരം വരുന്നത്. അവിടെ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിൽ നിന്നാകുമ്പോഴും അതുപോലെ ഒരു 10 കിലോമീറ്റർ ദൂരം വരും. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുണ്ട് നമുക്ക് മുകളിലുള്ള ആ ഒരു വീടിൻ്റേതാണ് കേട്ടോ. ഒരു ഹാള് ഇതേപോലെ തന്നെയാണ്, 2 ബെഡ്റൂം, അതിന് കോമൺ ആയിട്ടൊരു അടുക്കള, ഒരു ബാത്റൂം സൗകര്യം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുകളിലത്തെ നിലയിലുള്ള ബാൽക്കണിയാണ് ഈ വരുന്നത്. അടുത്തൊക്കെയും നിറച്ച് വീടുകളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ഇത് കാണാൻ വരുന്നവർ അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങുവാണെങ്കിൽ 1% കമ്മീഷൻ ഞങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം, കാരണം ഈ അടുത്ത് ചേലക്കര ഭാഗത്തൊരു വീട് കച്ചവടമായപ്പോൾ അത് നിങ്ങൾ ആദ്യം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞത് കുറച്ച് വിഷയമൊക്കെ ആയി. അത് പിന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ വീട് കൊടുത്ത ഉടമസ്ഥനും കൂടെ സംസാരിച്ചപ്പോൾ അത് അവർക്ക് മനസ്സിലായിട്ട് അത് പിന്നെ തരികയാണ് ഉണ്ടായത്. ഇത് മുകളിൽ 4 വീടുകളിലേക്കും കൂടെയുള്ള 4 വാട്ടർ ടാങ്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ വെള്ളത്തിന് ബോർവെൽ കണക്ഷൻ ഉണ്ട്. വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല. വെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ വിഷയമുള്ള ഭാഗങ്ങളല്ല. അതുകൊണ്ട് ഇതിൽ ഇവിടെയും 2 ടാങ്ക് ഉണ്ട്. അതുപോലെ അപ്പുറേ ആ വശത്തും 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു ടാങ്ക് ഈ അടുത്ത് പൊട്ടിയപ്പോൾ ഒരു വെള്ള ടാങ്ക്, ഒരു വെള്ള കളറിലുള്ള പുതിയൊരെണ്ണം മേടിച്ച് വെച്ചതാണ്. അപ്പോൾ നല്ല രീതിക്ക് പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്ങാണ്. ഒരുപാട് പഴക്കമുള്ള ബിൽഡിംഗ് അല്ല, ജസ്റ്റ് ഒരു 4 വർഷത്തെ പഴക്കം മാത്രമാണ്. 100% ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബായ്.